യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ആത്മീക ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, എന്തുകൊണ്ടാണ് ഇപ്രകാരം തുടർമാനമായി ഒരേ വിഷയത്തെക്കുറിച്ച് തന്നെ, പ്രത്യേകിച്ച് ഒരേ ഒരു കഥാപാത്രത്തെ തന്നെ നമ്മൾ സംസാരിക്കുന്നത്? ഞാൻ ഈ ഒരു ഭാഗം നിങ്ങളോട് സംസാരിക്കുന്നത് തികച്ചും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയിലാണ്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് പഴയ നിയമം നാം അവഗണിക്കണമെന്നും നാം പുതിയ നിയമത്തിൻ്റെ വിശ്വാസികളാണ് എന്നുള്ളതും. എന്തെന്നാൽ വിശുദ്ധ വേദവസ്തു തന്നെ പറയുന്നുണ്ട്, പഴയ നിയമത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. നമ്മൾ ഇവിടെ സംസാരിക്കുന്ന യാക്കോബിൻ്റെ ജീവിതവും നമുക്കൊരു ദൃഷ്ടാന്തം തന്നെയാണ്. അതിലൂടെ വലിയ ആത്മീക പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഇന്ന് നമുക്കറിയാം, വേദപുസ്തകത്തിലെ ഒരു ഉപദേശമാകട്ടെ, ഏതെങ്കിലും പഠനങ്ങളാകട്ടെ, നമുക്ക് ഉദാഹരണങ്ങളിൽ കൂടെ മാത്രമേ അത് വിശദീകരിക്കുവാൻ കഴിയത്തുള്ളൂ. കർത്താവ് യേശുക്രിസ്തുവും ചെയ്തത് അതുതന്നെയല്ലേ? യേശു ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഉപമകളിലൂടെയാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ ദൈവം നമ്മളോട് ഇടപെടുന്നതായ രീതികളെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ നാളുകളിൽ ദൈവം തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ എപ്രകാരം പ്രവർത്തിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ യാക്കോബിൻ്റെ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യാക്കോബിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 9 വാക്യമാണ് നമ്മൾ വായിച്ചത്. ഞാൻ ആ വേദഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വന്നിട്ട് 10 വാക്യത്തിലേക്ക് നമ്മളിന്ന് കടക്കുകയാണ്. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിൻ്റെ പശ്ചാത്തലം, യാക്കോബ് തൻ്റെ സഹോദരൻ തനിക്കെതിരെ കടന്നു വരുന്നു എന്നുള്ള ഒരു സംശയം ഉണ്ടായിട്ട് തൻ്റെ ചില ആളുകളെ ഈ ഏശാവിൻ്റെ അടുക്കലേക്ക് അയച്ചു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഏശാവ് യാക്കോബിനെ കാണാൻ വരുന്നുവെന്നും അതേപോലെ തന്നെ വളരെ യുദ്ധാഭ്യാസികളായ ആളുകൾ ഏശാവിനോടൊപ്പം ഉണ്ട് എന്നുള്ളതും യാക്കോബിൻ്റെ ദൂതന്മാർ മനസ്സിലാക്കിയിട്ട് അത് യാക്കോബിനോട് പറഞ്ഞപ്പോൾ ആണ് ഈ പ്രാർത്ഥന യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് പലപ്പോഴും പുഷ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ മാത്രമല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം നമ്മളുടെ ഒരു സമ്മർദ്ദങ്ങളിൽ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയമാണ്. അവിടെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ കൺസേൺസിനെ കുറിച്ച്, നമ്മുടെ ആകുലതകളെക്കുറിച്ച്, ആകാംക്ഷകളെക്കുറിച്ച്, ഉത്കണ്ഠകളെക്കുറിച്ച്, അതേപോലെ തന്നെ ദൈവത്തോടുള്ള നമ്മുടെ ആ സംഭാഷണവും ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കും. ഇവിടെ യാക്കോബ് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വായിച്ചു കഴിഞ്ഞ ദിവസം, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാർ അടുക്കിലേക്കും മടങ്ങിപ്പോക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ. ദൈവത്തോട് കഴിഞ്ഞ നാളുകളിൽ ദൈവം തനിക്ക് വേണ്ടി ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ബോധ്യമുണ്ടായിട്ട് യാക്കോബ് പറയുകയാണ്, ദൈവമേ, നിന്റെ വാഗ്ദത്തങ്ങളും എനിക്ക് വേണ്ടി ഉണ്ടല്ലോ. ഈ ദൈവം ജീവിച്ചിരിക്കുന്ന ദൈവമാണെന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 10 വാക്യം, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യാക്കോബ് ദൈവത്തോട് പറയുന്നത്. ദൈവമേ, നീ എന്നോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമാണ്. യാക്കോബ് തൻ്റെ പാപത്തെക്കുറിച്ച് ബോധമുള്ളവനാണ്. ഒരിക്കലും തൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അല്ലെങ്കിൽ തൻ്റെ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ടല്ല ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും തനിക്ക് ലഭിച്ചത്, മറിച്ച് അതിനൊന്നും ഞാൻ യോഗ്യനായിരുന്നില്ല എന്നുള്ള ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് യാക്കോബ് ദൈവത്തോട് പറയുക. നമുക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മളുടെ ഏതെങ്കിലും മെറിറ്റ് കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന്. നമ്മൾ ജനിച്ച കുടുംബമോ നമ്മളുടെ പശ്ചാത്തലങ്ങളോ നമ്മുടെ വിദ്യാഭ്യാസമോ ഒന്നുമല്ല ദൈവത്തിൻ്റെ ആ പ്രവൃത്തികൾക്ക് ആധാരമായിരിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. മാനുഷികമായി നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഇന്ന ആള് ദൈവകാര്യങ്ങളിലേക്ക് ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
അവരുടെ വിദ്യാഭ്യാസമാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബ മഹിമയാണ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയാണ്. അല്ല, ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം വളരെ ബലഹീനരായവരെ തിരഞ്ഞെടുക്കുന്നു, ദൈവം അറിവില്ലാത്തവരെ തിരഞ്ഞെടുക്കുന്നു, മനുഷ്യന് മുമ്പിൽ ഭോഷത്വമായതിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ആരാണോ ഇണങ്ങുന്നത്, ആരാണോ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നത്, അവരോട് ദൈവം തൻ്റെ ദയയും തൻ്റെ വിശ്വസ്തതയും വെളിപ്പെടുത്തുന്നതായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും ചിന്തിക്കരുത് ദൈവത്തിൻ്റെ പക്ഷാഭേദമുണ്ടെന്നുള്ളത്. ഇല്ല, ദൈവത്തിന് ഒരിക്കലും പക്ഷാഭേദമില്ല. മറിച്ച് തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഈ ദിവസം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ? ഈ ദിവസങ്ങൾ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തിയാണോ? ഒരുപക്ഷെ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുന്നു എന്നുള്ളതായ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം. ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ, നിങ്ങൾ ദൈവത്തിൽ ശരണമാക്കിയാൽ, നിങ്ങളെ ഒരു നാളും ഈ ദൈവം കൈവിടുകയില്ല. അതേ യാക്കോബിന്റെ ജീവിതത്തിൽ യാക്കോബ് പറയുന്നു, ദൈവമേ, നീ എന്നോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തയ്ക്കും ഞാൻ അപാത്രമത്രേ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം തന്റെ ദയയും വിശ്വസ്തതയും നമ്മളോട് കാണിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പലപ്പോഴും കർത്താവെ, ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ദൈവം എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ യോഗ്യതകളുടെ, ഞങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത്. പക്ഷെ ഇന്ന് യാക്കോബിൻ്റെ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഞങ്ങളുടെ യാതൊരു പ്രവൃത്തിയും ദൈവപ്രവൃത്തിക്ക് കാരണമല്ല. ഞങ്ങളുടെ യാതൊരു ക്രിയകളും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും കാരണമല്ല. കാരണം ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു. തൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ഇതെല്ലാം നൽകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിപ്പാനുള്ള ആ ഒരു തയ്യാറെടുപ്പ്, ആ ഒരു മനോഭാവം ഞങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലസ് യു ഓൾ.